ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ SCERTയുടെ ചാപ്റ്റർ തുടങ്ങാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ് ഇല്ല, പക്ഷെ 5ാം ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ് മുതൽ അങ്ങോട്ട് തുടങ്ങാം. ഇത് കഴിഞ്ഞാൽ ഞാൻ 6ഉം 8ഉം ആയിരിക്കും ഇടുക. 5ാം ക്ലാസ് വീഡിയോ ആയിട്ട് ഒരുപാട് ചാനലുകൾ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി എന്നാണ്. അപ്പോൾ ഒരു കുട്ടി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതൊന്നും നോക്കണ്ട, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള അടുത്തുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. സോ അങ്ങനെയൊക്കെയാണ് ഈ ബുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വിത്തുകളും നടീൽ വസ്തുക്കളും, അതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പോൾ നമ്മൾ വിത്ത് നല്ല ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. ഒന്നാമത്തത് നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് പറയണത്. ഒന്നാമത്തെ കാര്യം എന്താണ്? അതായത് നല്ല വിത്തുകൾ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വളക്കൂറുള്ള മണ്ണായിരിക്കണം എന്ന് ഇതിൽ കുട്ടി എഴുതിയിട്ടുണ്ട്. സൂര്യപ്രകാശം ലഭിക്കണം, അതേപോലെ തന്നെ എന്താവണം, ജലലഭ്യത ഉറപ്പാക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തുകളും നടീൽ വസ്തുക്കളും, അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് പറയുകയാണെങ്കിൽ ഈ ചെടികൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതാണ്. ലാസ്റ്റിക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ: നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പോൾ PSCയിൽ ഒരു 1 വേർഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയുടെ ഗുണമേന്മയുള്ളതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവയുടെ ഏത് ഭാഗത്ത്, ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കുറെ ചെടികൾ തന്നിട്ടുണ്ട്. ഇതിലെങ്ങനെയൊക്കെയാണ്, എന്ത് നിന്നൊക്കെയാണ് പുതിയ ചെടി വളരുന്നത് എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കടുത്തത് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും എന്ന് പറയുന്ന ഒരു ഭാഗം വായിക്കാം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അപ്പൊ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്നല്ലാത്ത വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം, നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ ഭൂകാണ്ഡമാണ്, ഉരുളക്കിഴങ്ങൊക്കെ, എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് എന്നാണ് പറയുന്നത്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ 2 തരത്തില് തൈകൾ ഉണ്ടാകും. ഒന്ന് വിത്ത് മുളച്ചിട്ടും ഒന്ന് ലൈംഗിക പ്രത്യുൽപാദനവും, രണ്ടാമത്തത് അലൈംഗിക പ്രത്യുൽപാദനം. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാല് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് പഠിക്കും. 8ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. അതായത് നമ്മളെ പൂവിൽ നിന്ന് പൂമ്പൊടി, ആൺപൂവിൽ നിന്ന് പൂമ്പൊടി ഇതിന്റെ പരാഗണ സ്ഥലത്ത് വന്ന് വീണ് അങ്ങനെയൊക്കെയാണ് വിത്ത് ഉണ്ടാവുന്നത്. ഈ വിത്ത് ഉണ്ടാവുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം ഒന്നാമത്തതും, രണ്ടാമത്തത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. അലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാവുന്നതാണ് എന്ത്? എങ്ങനെയാണ് അലൈംഗിക പ്രത്യുൽപാദനം വഴി എങ്ങനെയൊക്കെയാണ് പുതിയ ചെടി ഉണ്ടാവുക? ഒന്നാമത് വേരിൽ നിന്ന്, തണ്ടിൽ നിന്ന്, ഇലയിൽ നിന്ന്, ഭൂകാണ്ഡത്തിൽ നിന്ന്, ഇങ്ങനെ പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് എന്ന് പറഞ്ഞു. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമല്ലോ.
അപ്പോൾ കുറച്ച് ചെടികൾ തന്നിട്ടുണ്ട്. ശീമപ്ലാവ്, മുരിങ്ങ, ഇലമുളച്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ശീമപ്ലാവ് ഉണ്ടാവുന്നത് വേരിൽ നിന്നാണ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് എന്തായാലും പഠിക്കണം. അതായത് വേരിൽ നിന്നാണ് ശീമപ്ലാവ് ഉണ്ടാകുന്നത്. നമ്മളെ മുരിങ്ങ നമ്മൾ അടുത്ത വീട്ടിലുള്ള വീട്ടിൽ നിന്നൊക്കെ തണ്ട് കൊടുന്നിട്ടല്ലേ ഉണ്ടാവുന്നത്. അപ്പം കാണ്ഡത്തിൽ നിന്നാണ് മുരിങ്ങ ഉണ്ടാവുന്നത്. ഇലമുളച്ചി എന്ന് പറയുന്ന സാധനം, ഇതാണ് ഇലമുളച്ചി. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഇലമുളച്ചീനെ നമ്മൾ പുസ്തകത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ അതിന് കുറച്ചിങ്ങനെ വേരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇലമുളച്ചി ഇലയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പിന്നെ ഭൂകാണ്ഡത്തിൽ നിന്നുണ്ടാവുന്നതാണ് കാച്ചില്, വിത്തിൽ നിന്നുണ്ടാവുന്നതാണ് മുരിങ്ങ. അപ്പോൾ മുരിങ്ങ കാണ്ഡത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, മുരിങ്ങയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കറിവേപ്പും വേരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതിൽ കുറച്ച് കുട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കാണ്ഡത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇത് റോസാ ചെടി, ചെമ്പരത്തി, ചീര, ഇതൊക്കെ കാണ്ഡത്തിൽ നിന്നുണ്ടാവുന്നതാണ്. പിന്നെ നമ്മളെ ഇലയിൽ നിന്നുണ്ടാവുന്നത് ഇലമുളച്ചി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഭൂകാണ്ഡത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, ചേന, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ വിത്തിൽ നിന്നുണ്ടാവുന്നത് നമുക്കറിയാലോ, മല്ലിക, അങ്ങനെയുള്ള വിത്തിൽ നിന്നുള്ള ഉണ്ടാവുന്നതൊക്കെ നമുക്ക് അറിയണം. അടുത്തത് ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറയണില്ല. ഇനി ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് 6ാം ക്ലാസ്സിലുണ്ട്, നമുക്ക് പഠിക്കാം. ഉണ്ടാകുന്ന സസ്യങ്ങൾ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലോ? ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പു നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് പതിവെക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പതിവെക്കലില് പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ അതാണല്ലോ മാതൃസസ്യം. അപ്പോൾ ഈ മാതൃസസ്യത്തിന്റെ എന്താണ് ചെയ്യുന്നത്? മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് എന്ത് ചെയ്യാണ്? തിരഞ്ഞെടുക്കുകയാണ്. പ്രധാന തടിയിൽ നിന്നാവുന്നതാണ് നല്ലത് എന്നും പറഞ്ഞിട്ടുള്ളത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഭാഗത്താണെങ്കിൽ ഇതാണ് പർവ്വം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പർവ്വാന്തരം. അപ്പൊ പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തില് വളയാകൃതിയിൽ ചെത്തി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഒരു മാതൃസസ്യത്തിൽ നിന്ന് പെൻസിലിന്റെ വണ്ണുള്ള ഒരു കമ്പ് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും നല്ലത് പ്രധാന തടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ കമ്പിന് ഒരു 2 പർവ്വങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പർവ്വത്തിന്റെ അവിടുന്ന് 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതി എന്ന് പറഞ്ഞാൽ എന്താ? വട്ടത്തിൽ അതിന്റെ ആ ചുറ്റും എന്ത് ചെയ്യണം? എടുക്കണം. അങ്ങനെ എടുക്കുക. അതിനുശേഷം ഘട്ടം 2, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, അവിടെ നമ്മൾ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയൊക്കെ എന്ത് ചെയ്യാണ്? ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം, അത് കുഴച്ച് റെഡിയാക്കിയ ഒരു മിശ്രിതം ചെറിയ നനവോടെ, കുറച്ച് വെള്ളം ചേർക്കണം. അപ്പൊ നനവോടെ എന്ത് ചെയ്യാണ്? ആ ഭാഗത്ത് വെച്ച് ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടുകയാണ്. 2 മാസത്തിന് ശേഷം പതിവെച്ച ഭാഗത്ത് എന്ത് ഉണ്ടാവും? ധാരാളം വേരുകൾ ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ആദ്യം ഇങ്ങനെയുള്ള ഒരു ഭാഗം എടുത്തു, മാതൃസസ്യത്തിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം എടുത്തു, അതിന്റെ ചുറ്റുള്ള തൊലി കളഞ്ഞു. ശേഷം ചാണകപ്പൊടിയും അതേപോലെ ചകിരിച്ചോറും മണ്ണും ഒക്കെ ചേർത്ത ഒരു മിശ്രിതം ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യാണ്? കുറച്ചൊക്കെ ആവശ്യമെങ്കിൽ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. 2 മാസത്തിന് ശേഷം എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വേര് കാണാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ
വേര് കാണാൻ കഴിയും. അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പതിവയ്ക്കൽ എന്താണുള്ളത് ഇതിൽ പറയുന്നുണ്ട്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഒന്നുകൂടി പറയാം. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം, ഇതല്ലേ മാതൃസസ്യം, ഇതാണല്ലോ മാതൃസസ്യം. അപ്പൊ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ, ഇതാണ് മാതൃസസ്യം, അതിന്റെ ഒരു കമ്പാണ് ഇത്. അതിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചെടുക്കുക. അപ്പൊ ഈ വേര് മുളച്ച ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ തൈകൾ. അപ്പൊ ഇനി പുതിയ തൈകളാവുന്നത് ഈ ഒരു ഭാഗമായിരിക്കും ഇനി എന്ത് ചെയ്യുക, പുതിയ തൈകളായിട്ട് മാറുക. മനസ്സിലായോ? അടുത്തത് നാഗപ്പതിവയ്ക്കൽ. ഇത് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നാഗപ്പതിവയ്ക്കലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നാഗം എന്ന് പറഞ്ഞാൽ എന്താ? നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അപ്പൊ ഈ പാമ്പിന്റെ പോലുള്ള വളരെ അങ്ങനെ ആയിരിക്കും സർപ്പന്റ് എന്ന് പറയുമ്പോൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വള്ളി പോലുള്ള ചെടികൾ, കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ പർവ്വങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. അപ്പൊ നാഗപ്പതിവയ്ക്കൽ ചെയ്യുന്നത് കുരുമുളക് പോലെയുള്ള ചെടികളിലാണ്. മനസ്സിലാക്കുക. നീളമുള്ള ശാഖകള് മണ്ണിനടിയിലേക്ക് മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചിട്ട് പല ഭാഗങ്ങളിൽ, അതായത് പർവ്വത്തിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ എന്ത് ചെയ്യുക, ഇടവിട്ട് മണ്ണ് മൂടിയും പതിവെക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ രീതികളിൽ പതിവെക്കുന്ന സസ്യങ്ങൾ. അപ്പൊ നോക്ക്, വായുവിലാണ് പതിവെക്കണമെങ്കിൽ അതിന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചെടികൾ എന്ന് പറയുന്നത് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. രണ്ടാമത്തത് ഇനി നാഗപ്പതിവയ്ക്കൽ നോക്ക്. നാഗപ്പതിവയ്ക്കലില് നമുക്ക് ബോഗൻവില്ല നമുക്ക് അതിനെടുക്കാം, മുല്ല എടുക്കാം, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത നോക്ക്. ഇതൊക്കെ എന്താണ്, ഒരു വള്ളി പോലുള്ള ചെടികളല്ലേ. അപ്പൊ വള്ളി പോലുള്ള ചെടികളാണെങ്കിൽ അതിൽ നാഗപ്പതിവയ്ക്കലാണ്. അതല്ലെങ്കിൽ നമ്മളെ ഈ പേര, കശുമാവ് പോലുള്ള നല്ല സ്റ്റേണായിട്ട് നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ അതിലെന്താണ്, നമ്മൾ വായുവിൽ പതിവയ്ക്കലാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇത് ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതായത് നാഗപ്പതിവയ്ക്കലിന് ഉദാഹരണം ഏത്? കുരുമുളകാണ് അതിന് ഉദാഹരണം. അപ്പോൾ ഇത് ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക. അടുത്തത് നോക്ക്, പതിവച്ചുണ്ടാവുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. നോക്ക്, അടുത്തത് എന്താണ്? ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. അതൊരു പോരായ്മയാണ്. അടുത്തതോ, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല. തായ്വേരു പടലം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് നന്നായിട്ട് എന്തില്ല, വേരുണ്ടാവില്ല. അടുത്തതോ, കൂടുതൽ പരിചരണം ആവശ്യമാണ്. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പോൾ ഇതിന് പോരായ്മകളുണ്ട്, അതേപോലെ തന്നെ മേന്മകളുണ്ട്. മേന്മ എന്ന് പറഞ്ഞാൽ വേഗം പൂക്കും ചെയ്യും, കായ്ക്കും ചെയ്യും. പിന്നെ മാതൃസസ്യം നല്ലതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മളെന്തായാലും തിരഞ്ഞെടുക്കുമ്പോൾ മാതൃസസ്യം ഗുണത്തിലുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അടുത്തത്, പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. അടുത്തത് നോക്കാന്ന് വെച്ചാൽ വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ഒന്നുകൂടി വായിക്കാം. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന വിജയ സാധ്യത പരമാവധി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മൾ എന്താ ചെയ്തത്? മാതൃസസ്യത്തിന്റെ ഒരു ഭാഗം എടുക്കല്ലേ ചെയ്തത്. അപ്പൊ തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതി, ആ കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഓക്സിൻ അല്ലെങ്കിൽ ആക്സിൻ അല്ലെങ്കിൽ ഓക്സിൻ എന്നൊക്കെ എന്നറിയപ്പെടുന്ന ഒരു സസ്യ ഹോർമോണുകളുണ്ട്. ഈ സസ്യ ഹോർമോണുകൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിലേക്ക് ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം എന്ത് ചെയ്യാണ്? മുക്കി വെക്കാണ്. അതായത് സസ്യ ഹോർമോണുകളാണ് ഈ ആക്സിന്. അപ്പോൾ ഇത് അടങ്ങിയിട്ടുള്ള ലായനിയില്, ഈ സസ്യ ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ അടങ്ങിയ ലായനിയില് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു
കാണ്ഡഭാഗം ഉണ്ടല്ലോ അത് മുക്കി വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, വേര് പിടിപ്പിക്കുന്ന രീതിയാണിത്. ഇനി അടുത്തത് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്നതിൽ പറയുന്നത് ഈ മാവിന്റെ ഒരു തൈ വേണം, അത് പതിവെക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ, മാവിന്റെ കൊമ്പിൽ ഇതൊന്നും വേണ്ട. അപ്പൊ ഇനി അടുത്തതെന്ന് വെച്ചാല് ഗ്രാഫ്റ്റിംഗ് വഴിയുള്ളതാണ്. ഇപ്പോൾ നാടൻ മാവും നീലം മാവും ഉണ്ട്. നാടൻ മാവ് എന്താണ്, താരതമ്യേനെ ചെറിയ മാങ്ങയായിരിക്കും നമ്മളെ നാടൻ മാങ്ങക്ക് അല്ലെ. പുളിയുള്ളതോ ആയിരിക്കാം അല്ലെങ്കിൽ മധുരമുള്ളതോ ആയിരിക്കാം. നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും ആണല്ലോ. പ്രത്യേക പരിചരണം ആവശ്യമുണ്ടോ, ഇല്ല, അതങ്ങനെ തന്നെ വളർന്നോളും. ഇനി ഈ നീലം മാവുണ്ട് നമ്മൾ മാംഗോസ്റ്റിനൊക്കെ, വലിയ മാങ്ങയായിരിക്കും അവർക്ക്, നല്ല മധുരമുള്ള മാങ്ങ. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായി വളരുമോ, ഇല്ല, പിന്നെ നല്ല പരിചരണം വേണം. അപ്പൊ നമ്മൾ ഈ രണ്ടിൻ്റെയും ക്വാളിറ്റീസ് ഒരൊറ്റ ചെടിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാല് ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? നീലം മാവിന്റെ ഒരു കമ്പ് നോക്ക്, ഇതൊന്നും വേണ്ടുന്നില്ല, നമ്മുടെ മണ്ണിൽ നന്നായി വളരും. അപ്പോൾ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും മേന്മകൾ ഒരൊറ്റ ചെടിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നോക്കാം. എന്താണ് കമ്പൊട്ടിക്കൽ പറയണത്? എന്താണ്, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒന്നുകൂടി പറയാം, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ്, നല്ല ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് നമ്മൾ നേരത്തെ എടുക്കുകയാണ്, നമ്മൾ നാടൻ മാവ്, അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ, അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യം എന്ന് പറഞ്ഞാൽ ഏതാ? നമുക്ക് എന്ത് ചെയ്യാം, നാടൻ മാവിനെ എടുക്കാം. അപ്പൊ നാടൻ മാവിന് എന്താണ്, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ്, അത് നമുക്ക് നമ്മളെ നീലം മാവിന്റെ എടുക്കാം. അതെന്ത് ചെയ്യാണ്, മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. അപ്പൊ ഇത് നമ്മളെ നാടൻ മാവാണ്. ഈ നാടൻ മാവിലേക്കാണ് നമ്മളെ നീലം മാവിന്റെ കൊമ്പ് കൊണ്ടുവരുന്നത്. അപ്പൊ പിന്നെ ഇതിലങ്ങോട്ട് ഉണ്ടായിക്കോളൂല്ലോ ഇത്. അപ്പൊ നമ്മളെ മണ്ണിൽ ഉണ്ടാവുമോ? ആ, ഉണ്ടാവും. മധുരമുള്ള മാങ്ങയാണോ? ആ, മധുരമുള്ള മാങ്ങയാണ്. പരിചരണം ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്യും, കിട്ടും. ഒട്ടിച്ചു ചേർത്ത മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയേൺ എന്നും പറയുന്നു. അപ്പൊ ഇവിടെ ഞാനിപ്പോ നമ്മളെ നാടൻ മാവാണ് ഒട്ടിക്കാനെടുത്ത വേരോടുള്ള ചെടിയാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക്. എന്താ പറയാ, റൂട്ട് സ്റ്റോക്ക്. ഇനി സയേൺ എന്ന് പറയുന്നത് ഒട്ടിക്കുന്ന കമ്പിനെ, നീലമാവിന്റെ ആ കമ്പിനെ നമ്മൾ തിരഞ്ഞെടുത്തില്ലേ, ആ ഒട്ടിക്കുന്ന കമ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സയോൺ. എന്താ പറയാ, സയോൺ. അടുത്തത് എടുക്കാം. അപ്പോ തെറ്റിപ്പോയതാട്ടടാ, മൽഗോവയാണ്. ഞാൻ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞത് എന്തോ ഒരു ഓർമ്മയിലാണ്. സോറി ഗായ്സ്. കിളി പോയി എന്ന് വിചാരിച്ചാൽ മതി, അറിയാതെ പറഞ്ഞതാണ്. ഇനി അടുത്തത് മുകുളം ഒട്ടിക്കൽ. അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണ്, ലെയറിങ് അഥവാ പതിവെക്കലും അതുപോലുള്ള ഗ്രാഫ്റ്റിംഗ്, പിന്നെ കമ്പൊട്ടിക്കലും അതുപോലുള്ള ഇനി അടുത്തത് പറയാൻ പോകുന്ന മുകുളം ഒട്ടിക്കലൊക്കെ എന്താണെന്നുള്ളത് അറിയാമോ? എന്താണ്? ഗുണമേന്മയുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതികളാണിവ. അടുത്തത് നമ്മൾ മുകുളം ഒട്ടിക്കലാണ് നോക്കുന്നത്. മുകുളം ഒട്ടിക്കൽ എന്ന് പറയുമ്പോൾ കമ്പിന് പകരം മുകുളം. നമ്മൾ നേരത്തെ കമ്പല്ലേ എടുത്തത്, അപ്പൊ ഇവിടെ എന്താണ് എടുക്കുന്നത്, മുകുളം. അപ്പൊ നോക്കൂ, മുകുളം ഒട്ടിക്കൽ പറയണ എന്താണ്, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം, ഇപ്പൊ ഇതാണ് ഒരു സസ്യം എന്ന് വിചാരിച്ചോ, നമ്മളെ മൽഗോവന്റെ ഒരു കമ്പാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു മുകളെടുത്തു, ഇതിന്റെ മുകളെടുത്തിട്ട് ഇവിടെ നമ്മളെ നാടൻ മാവുണ്ട്, അപ്പൊ ഇതിന്റെ ഒരു കമ്പില് ആ ഒരു ഭാഗം ചെത്തി കീറിയിട്ട് ഇവിടെ മുകുളം, ഇതിന്റെ ഈ മുകുളം ഇവിടെ ഒട്ടിച്ച് ചേർക്കുന്നതാണ് എന്ത്, മുകുളം ഒട്ടിക്കൽ. അപ്പൊ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാവണം.
മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നടുന്നതാണ് പതിവെക്കല്. മറ്റേത് കമ്പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഒരു കമ്പെടുത്തിട്ട് വേറെ ഒരു സസ്യത്തിൽ എന്ത് ചെയ്യാണ്, ഒട്ടിക്കുന്നതാണ് ഇത് കമ്പൊട്ടിക്കല്. മുകുളം ഒട്ടിക്കൽ എന്ന് പറയുമ്പോൾ കമ്പെടുത്ത് ഒട്ടിക്കുന്നതിനേക്കാൾ എന്ത് നല്ലത്, മുകുളം ഒട്ടിക്കുന്നതാണ് ഇത് മുകുളം ഒട്ടിക്കൽ. അടുത്തത് നോക്കുകയാണെങ്കിൽ വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന മുളകു ചെടിയുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോ നമുക്കറിയാം പരാഗണം വഴിയാണ് വിത്തുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. വിവിധ പരാഗണ രീതികൾ ആണ് ഇവിടെ പറഞ്ഞത്. എന്താണ്, സ്വപരാഗണമുണ്ട്, പരപരാഗണവുമുണ്ട്. സ്വപരാഗണം, പരപരാഗണം. സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനേക്കാൾ മുന്നേ എന്ത് പറയാം, സ്വപരാഗണം എന്ന് പറഞ്ഞാല് ഒരു ചെടി, ആ ചെടിയില് 2 പൂക്കൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരു ചെടിയില് 2 പൂക്കൾ ഉണ്ടോ എന്ന് വിചാരിക്കുക. അപ്പോ ഒന്നിന്റെ പരാഗരേണു വേറൊരു പൂവിലേക്ക്, അതായത് ഇത് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് മനസ്സിലാക്കണം, കൺഫ്യൂസ്ഡ് ഒന്നല്ല, എന്നാലും മനസ്സിലാക്കണം. സ്വപരാഗണം തന്നെ 2 തരത്തിലുണ്ട്. ഇപ്പോ ഇതൊരു ചെടിയാണെന്ന് വിചാരിച്ചോ, ഇതാണ് എൻ്റെ ചെടി. സ്വപരാഗണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ പൂവിലുള്ള പോളൻ ഗ്രെയിൻ അഥവാ പരാഗരേണു ഇതിൻ്റെ തന്നെ സ്ത്രീ പ്രത്യുൽപാദന ഭാഗത്ത്, അതായത് പരാഗണ സ്ഥലത്ത് വന്ന് വീഴുകയാണെങ്കിൽ അത് ഒരു സ്വപരാഗണമാണ്. ഇനി രണ്ടാമത്തെ സ്വപരാഗണം എന്ന് പറയുമ്പോൾ ഇതിന്റെ പരാഗരേണു ഇതിന്റെ പരാഗണ സ്ഥലത്ത് വന്ന് വീഴുകയാണെങ്കിൽ അതെന്താണ്, ഒരു സ്വപരാഗണമാണ്. ഇനി പരപരാഗണം എന്ന് പറഞ്ഞാല് ഇതൊരു പൂവ്, ഇത് വേറെ ഇതൊരു ചെടി, ഇത് വേറൊരു ചെടി, ഒരേ തരാണ്. ഇതിപ്പോ ചെമ്പരത്തി ആണെങ്കിൽ ഇതും ചെമ്പരത്തി തന്നെയാണ്. അപ്പോ ഇതിലുള്ള പരാഗണ രേണു തൊട്ടപ്പുറത്തുള്ള ചെടിയില്, ഇത് സെയിം ചെടിയിലാണ് ഇത് നടന്നത്. ഇത് സെയിം ചെടിയിൽ ഒന്നാമത്തത് ഒരേ പൂവില്, ഒരേ ചെടിയിലുള്ള ഒരേ പൂവില് നടന്നു. രണ്ടാമത്തെ സ്വപരാഗണം ഒരേ ചെടിയിലുള്ള 2 പൂക്കളിൽ നടന്നു. ഇനി പരപരാഗണം എന്ന് പറയുന്നത്, പരപരാഗണം എന്ന് പറഞ്ഞാല് പരാഗരേണുക്കള് ഒരേ തരത്തിൽപ്പെട്ട 2 ചെടികൾ തന്നെയാണിത്, അതായത് ഒരേ വർഗത്തിൽപ്പെട്ട ചെടികളാണ്. ഇത് ചെമ്പരത്തി ആണെങ്കിൽ ഇതും ചെമ്പരത്തിയാണ്, ചെമ്പരത്തിന്റെ ചെടിയാണ്. അപ്പോൾ ഈ ചെമ്പരത്തി ചെടിയുടെ പരാഗണ രേണുക്കള് വേറെ ചെടിയിലുള്ള ചെമ്പരത്തി ചെടിയുടെ ചെമ്പരത്തിയിലുള്ള പരാഗണ സ്ഥലത്ത് വന്ന് വീഴുന്നതാണ് എന്ത്, പരാഗണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ നമ്മൾ പറയാം, എക്സാമ്പിൾ എനിക്ക് അറിയുന്നില്ല, നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഒരു ചെടിയിലാണ് ഫുള്ള് നടക്കുന്നതെങ്കിൽ അതേതാണ്, സ്വപരാഗണവും. വ്യത്യസ്ത 2 ചെടിയിൽ, ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത 2 ചെടിയിലാണ് നടക്കുന്നതെങ്കിൽ അതേതാണ്, പരപരാഗണമാണെന്ന് അറിയാം. നമുക്കിത് വൃത്തിക്ക് പറയാനുണ്ട് 6ാം ക്ലാസ്സിൽ, ഡോണ്ട് വെറി, നമ്മൾ ആ ബുക്ക് ചെയ്യും. അടുത്തത് കൃത്രിമ പരാഗണം. അപ്പോ വേറൊരു കാര്യം ഇതിൽ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് സ്വപരാഗണമാണോ പരപരാഗണമാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാല് പരപരാഗണമാണ് നല്ലത്. കാരണം പരപരാഗണത്തിലൂടെയുള്ളൂ 2 ചെടികളുടെയും സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പറയൂലേ, കുടുംബത്തിലുള്ള ആളുകൾ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാവുന്ന കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല വെറൈറ്റിയിലുള്ള നല്ല ഗുണങ്ങളുള്ള കായയും വിത്തൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പരപരാഗണമാണ് നടക്കേണ്ടത്.
അപ്പൊ അതുകൊണ്ടാണ് അതിൽ പ്രകൃതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരപരാഗണത്തിനെയാണ് പ്രകൃതി പോലും സപ്പോർട്ട് ചെയ്യുന്നത്, സ്വപരാഗണത്തിനെ അല്ല. കാരണം പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സസ്യങ്ങളിൽ നമുക്കറിയാം വെറും പുഷ്പം മാത്രമുള്ള സസ്യങ്ങളും വെറും ആൺപുഷ്പം മാത്രമുള്ള സസ്യങ്ങളും ഉണ്ട്. ചില സസ്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എന്താണ്, പെൺപുഷ്പം ഉണ്ടാവുന്ന സമയങ്ങളിലല്ല ആൺപുഷ്പം ഉണ്ടാവുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇനി അടുത്തത് കൃത്രിമ പരാഗണമാണ്. കൃത്രിമ പരാഗണം എന്ന് പറയുന്നത് സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അപ്പൊ കേസരത്തിലാണ് എന്തുണ്ടാവുക, പൂമ്പൊടി ഉണ്ടാവുക. കേസരത്തിലാണ് എന്തുണ്ടാവുക, പൂമ്പൊടി ഉണ്ടാവുക. അപ്പൊ സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ എന്ത് ചെയ്യാണ്, മുറിച്ചു മാറ്റുകയാണ്. കേസരം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പൂപ്പൊടി ഉണ്ടാവുക. അപ്പൊ കേസരങ്ങൾ ആദ്യം മുറിച്ചു മാറ്റും. ഈ പൂവില് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോ ആ പൂവില്, ഒരു ചെടിയിൽ തന്നെ ആ പൂവില് മറ്റു പൂക്കളിൽ നിന്ന്, അപ്പൊ ആ ചെടിയിൽ തന്നെ വേറെയും കുറെ പൂക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പൂവ് എന്ത് ചെയ്യാണ്, പൊതിഞ്ഞു കെട്ടുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അതായത് ഇതേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ ഇപ്പൊ കണ്ടിട്ട് ചെമ്പകത്തിന്റെ ഒക്കെ പോലെ ഉണ്ട് അല്ലേ, ഇതെന്ത് പൂവാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ചെമ്പകമാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ചെമ്പകത്തിന്റെ കേസരം നമ്മൾ മുറിച്ചു മാറ്റി. കേസരം മുറിച്ചു മാറ്റുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ കേസരം ഉണ്ടാവില്ല. കേസരം ഉണ്ടെങ്കിലേ പരാഗരേണു ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പൂവിൽ നിന്നുള്ള പരാഗരേണുക്കൾ ഇതിൽ തന്നെ വീഴുന്നത് തടയാൻ കഴിയും, ഈ കേസരങ്ങൾ മുറിച്ചു കളഞ്ഞാൽ. ഇനി രണ്ടാമത്, ഈ പൂവുള്ള ചെടിയിലും വേറെ കുറെ പൂക്കൾ ഉണ്ടാവില്ലേ. അപ്പൊ ആ പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ ഇവിടെ വന്ന് വീഴുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പൂവിനെ അങ്ങോട്ട് കെട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിൽ, അപ്പോൾ ഈ ചെടിയിൽ നിന്നല്ല വേറെ ചെടിയിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ പൂവിൽ നിന്നുള്ള കേസരത്തിൽ നിന്നുള്ള പരാഗരേണുക്കൾ എന്ത് ചെയ്യാണ്, ബ്രഷിൽ ശേഖരിക്കും. എന്നിട്ട് ശേഖരിച്ച പരാഗരേണുക്കൾ എന്താണ്, കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഈ കേസരം മുറിച്ചെടുത്ത ഈ ഒരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് എന്ത് ചെയ്യാണ്, പൂമ്പൊടി പരാഗരേണുക്കൾ കൊണ്ടുപോയി ഇടാണ്. അപ്പോൾ ഈ കൃത്രിമ പരാഗണം ഇത് സ്വന്തമായി നടന്നതാണോ, അല്ല, അത് മനുഷ്യൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇത് കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. നോക്ക്, അടുത്തത് എന്താണ്, മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള പൂക്കളിൽ നിന്ന്, അതായത് അതേ ചെടിയിൽ നിന്നുള്ള ബാക്കിയുള്ള പൂക്കളിൽ നിന്നുള്ള പരാഗണ രേണുക്കൾ ഇതിൽ വന്ന് വീഴുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഇത് ഓൾറെഡി ഒരു പരാഗ രേണുക്കൾ ഇതിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കെട്ടിടാണ്. ഇനി അടുത്തത് വർഗസങ്കരണം. വർഗസങ്കരണം അതല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ആണ് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായിട്ടുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പൊ വർഗസങ്കരണം എന്താണ്, ഒരേ വർഗത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പോയി മല്ലികയിൽ പറ്റുമോ, ഇല്ല, ചെമ്പരത്തി ചെടിയിൽ തന്നെ വേണം. അപ്പൊ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളത്. എങ്ങനെ വ്യത്യസ്ത ഗുണമാണോ എന്നുള്ളത് അറിയാം, ഒരേ ചെടിയിലുള്ള പൂക്കളാണെങ്കിൽ അതിന് സെയിം ഗുണങ്ങളായിരിക്കും അല്ലെ. അപ്പൊ വ്യത്യസ്ത ഗുണങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ വെവ്വേറെ ചെടിയിൽ നിന്നുള്ളത്. രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി, കൃത്രിമ പരാഗണം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ ചെയ്യാണ്, നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് എന്താണ് ഇതിന്റെ പ്രത്യേകത, ഗുണമേന്മയുള്ള വിത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും, മനസ്സിലാക്കുക. അപ്പോ ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, വ്യത്യസ്ത ഗുണങ്ങളുള്ളതാണ്, അങ്ങനെയുള്ള രണ്ട് ചെടികളിൽ നിന്ന് തമ്മിൽ എന്ത് ചെയ്യാണ്, കൃത്രിമ പരാഗണം നടത്തിയിട്ട് രണ്ടിന്റെയും ഗുണങ്ങളുള്ള പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. സങ്കര ഇനം നമ്മൾ കേട്ടിട്ടില്ലേ. സങ്കര ഇനം എന്താണ്, സങ്കര ഇനത്തിന് കുറേ വിത്തുകളുണ്ട്.
മുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. താഴെ തന്നിരിക്കയിൽ നിന്ന് ഏതാണ് ശരി എന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി. മുളക് എങ്ങനെ നമുക്ക് ഉജ്ജ്വലയും ജ്വാലാമുഖിയാണെന്ന് ഓർത്തു വെക്കുക? ഉജ്ജ്വലമാണ്. നമുക്ക് എരിവൊക്കെ ആയാലും നമ്മൾ പറയില്ലേ ഉജ്ജ്വലം, ജ്വാലാമുഖി, അത് കിട്ടൂലേ? പയറ്, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അപ്പൊ നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണ്. ജ്യോതിലക്ഷ്മിയും ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും കൂടെ ചേർന്ന് പയറുപ്പേരി വെച്ചു. അടുത്തത് നെല്ല്. നെല്ല് നമുക്ക് കിട്ടുമല്ലോ. നെല്ല് എന്ന് പറയുന്ന അരി എന്ന് പറയുന്ന ഭക്ഷണം, നമ്മളെ മുന്നിൽ വെച്ച അരി എന്ന് പറയുന്നത് എന്താണ്? പവിത്രമാണ്. അതുപോലെ തന്നെ അന്നപൂർണം, അന്നല്ലേ, അപ്പോ അന്നപൂർണമാണ്. തെങ്ങ് നമുക്ക് കിട്ടും. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. പിന്നെ വെണ്ടയാണ്, സൽകീർത്തിയും കിരണും. വെണ്ട ഏതൊക്കെയാണ്? സൽകീർത്തിയും കിരണും. സൽകീർത്തി, കിരൺ. അടുത്തത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് പറയുന്നത്. ഇത് കുറെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഇത് 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിപ്പോ 1, 2, 3, 4, 5, 6 നമുക്ക് ഇതൊന്നും ചെയ്യാം. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. കാർഷിക സർവകലാശാല KAU മണ്ണുത്തി. മണ്ണുത്തിയിലുള്ള തൃശ്ശൂരിലുള്ള മണ്ണുത്തിയിലാണ് നമ്മളെ കേരള കാർഷിക സർവകലാശാല KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകള്, മൃഗങ്ങള്, പക്ഷികള് മുതലായവയെ കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതോർത്തു വെക്കുക. കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവർഗത്തെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എക്സാം ചോദിക്കതായിരിക്കും. ഇതൊക്കെ തരും. ഇത് അപ്പുറത്തായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുണ്ടാവും, നമുക്ക് മാച്ച് ചെയ്യാനുണ്ടാവുക. അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള എവിടെയാണ് ചോദിച്ചാൽ ശ്രീകാര്യമാണ്, തിരുവനന്തപുരത്താണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII, അതെവിടെയാണ്? കോട്ടയം. നമുക്ക് കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് റബ്ബറൊക്കെ ഉള്ള പോലെ തോന്നില്ലേ നമുക്ക്? അപ്പോൾ കോട്ടയമാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. തോട്ടവിള എന്ന് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണം. അപ്പൊ അത് എവിടെയാണുള്ളത്? കാസർഗോഡ്. ഇനി പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. നമ്മളെ സുഗന്ധവ്യഞ്ജനങ്ങളാണെങ്കിൽ അത് കോഴിക്കോടാണെന്ന് ആലോചിക്കട്ടോ. അതിൽ പറഞ്ഞിട്ടില്ല, അത് ഓർത്ത് വെക്കണം. അപ്പൊ കിഴങ്ങുവിളയാണെങ്കിൽ ശ്രീകാര്യം, തിരുവനന്തപുരമാണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിളയാണെങ്കിൽ അത് എവിടെയാണ്? കാസർഗോഡാണ്. അടുത്തത് ഇവിടെ ഒന്നുമില്ല. അടുത്തത് ഇതാണ്, ഈ ഒരു ഭാഗത്ത് നോക്കാം. അടുത്തത് എന്താന്ന് വെച്ചാല് ജൈവവളങ്ങളും രാസവളങ്ങളും. ഈ ജൈവവളം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിന് ഉപദ്രവകാരിയല്ലാത്ത വളങ്ങളാണ് എന്ത്? ജൈവവളങ്ങൾ. ചാണകം, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലുപൊടി ജൈവവളത്തിൽ അല്ലട്ടോ, രാസവളത്തിലാണ്. കോഴിക്കാഷ്ടം, ഇതൊക്കെ എന്താണ്? ജൈവവളങ്ങളിൽ പെട്ടതാണ്. രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ യൂറിയ, അമോണിയ, നമ്മളെ NPK വളം, നൈട്രജൻ, പൊട്ടാഷ്യം, പിന്നെ ഫോസ്ഫറസ്, അത്, പിന്നെ എല്ലുപൊടി, തുരിശ്, ഇതൊക്കെ എന്താണ്? ഇതെന്താണ്? രാസവളങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് ഇത് അധിക വായനയാണ്, പക്ഷെ നമുക്കിത് നമ്മുടെ പോർഷനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ആര്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു.
തെക്കുകിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമമായിരുന്നു. മാഗ്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് 2023 മരിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. മാഗ്സസെ വേൾഡ് ഫുഡ് പ്രൈസ്, അതേപോലെ തന്നെ പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നാളെ നമുക്ക് അടുത്ത ഈ ഒരു ഭാഗം കൂടി തുടങ്ങാം. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, താങ്ക് യു.